ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇവിടത്തുള്ള ഹോൾസൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഒരു സാധനം വെച്ച് കവേർഡ് ചെയ്ത് ചെയ്യാൻ പോവാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ ആംപ്ലിഫയറിൽ നമ്മളൊരു സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LED ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണിച്ചു തരാം. പിന്നെ ആംപ്ലിഫയറിൽ ഇതൊക്കെയാണ് നമ്മളൊരു റെഗുലേറ്ററൈസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇവിടെ നല്ല മഴയാണ്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇപ്പം അധികം നോയ്സൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആംപ്ലിഫയർ ഇങ്ങനെയാണ്, കാണാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുകളിൽ വെക്കുന്ന സാധനമാണത്. അപ്പോൾ ഇത് നമുക്ക് ഈ സാധനത്തിൽ നമ്മുടെ ഫാൻ്റെ റെഗുലേറ്ററിൻ്റെ സൈഡിലുള്ള സാധനമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കോസ്റ്റൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് കട്ട് ചെയ്യണം ഈ സാധനത്തിൻ്റെ മുകളിലത്തെ, അതൊന്ന് കട്ട് ചെയ്യാം. ഗൈസ്, നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് ചെയ്യണം. ഇപ്പോൾ ഒന്ന് വരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വയ്ക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. ഒന്ന് കട്ട് ചെയ്യുക കത്രിക വെച്ചിട്ട്. അപ്പോൾ വേറെ പണിയൊന്നുമില്ല, നമ്മളിത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണുള്ളൂ. കട്ട് ചെയ്തിട്ട് നമ്മളത് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെയല്ല ചെയ്യാം, നമ്മുടെ കയ്യിൽ വേറെ സംഭവം ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ആവും. അപ്പോൾ നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് തന്നെ വയ്ക്കാം. ഓക്കെ, സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് കുറച്ച് ചെറുതാണ്. നമുക്ക് ഒട്ടിച്ച് കുറച്ച് വലുതാക്കേണ്ടി വരും. അല്ല, ഒട്ടിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ അത് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് അപ്പുറത്ത് സെറ്റ് ചെയ്യാം. അപ്പുറത്ത് നമുക്ക് കുറച്ച് പാടായിരിക്കും. അപ്പുറത്ത് കുറച്ച് ചെറുതാണ്. നമുക്ക് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇത്രയും വെച്ച് കട്ട് ചെയ്താൽ മതി. അധികം ഇങ്ങോട്ട് കയറ്റി കട്ട് ചെയ്യണ്ട. ഓക്കെ, നമുക്കൊന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി വേണ്ടാത്തപ്പോൾ കട്ട് ചെയ്യാം. ബാക്കി വേണ്ടാത് കട്ട് ചെയ്യാം. ഗ്യാപ്പ് ഉണ്ട്. ഇത് പറഞ്ഞ പോലെ കട്ട് ചെയ്യണം. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടിക്കേണ്ടി വരും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ കാർഡ്ബോർഡിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഹോള് കിട്ടൂല. നമുക്കൊന്ന് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വൃത്തികേട് ഉണ്ടെങ്കിലും സെറ്റപ്പ് ആയിട്ടുണ്ട്. രണ്ട് ജനൽ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആംപ്ലിഫയറിൽ നമ്മൾ ഫോണിൻ്റെ ചാർജ് കയറുന്നു. അതാണ് നമ്മളിപ്പോൾ തന്നെ നിർത്തും. നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ഫ്ലാഷ് ഇട്ട് തരാം. ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഫ്ലാഷ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് നമ്മുടെ ഫാനും ഉള്ളത്. നമുക്ക് നൂലൊന്ന് മുറിച്ചാലുണ്ട്, ഗ്ലൂ കൊണ്ട്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആംപ്ലിഫയർ ഒന്ന് ഓണാക്കാം. അത് നമ്മൾ കുത്തി ഓണാണ്. നമുക്കിത് ഇവിടെ ഓണാക്കാം. കണ്ടോ, കുറേ കളേഴ്സ് ഉണ്ട്. ആംപ്ലിഫയർ അതുവരെ തന്നെയാണ്, എല്ലാ സംഭവവും സെയിം തന്നെ. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ കവർ ചെയ്തെടുത്തു ഷോൾ വെച്ചിട്ട്. അത് നമ്മൾ വീഡിയോ എടുത്തില്ല, മറന്നുപോയി. ഡിഫറെൻറ്റ് കളേഴ്സാണ്. സ്ലോ ഫ്ലാഷിംഗ് ആണ്. 7 കളേഴ്സ് ഉണ്ട്, മിക്സ്ഡ്. പിന്നെ ഇതാണ് നമ്മുടെ സാധനം. നമ്മളിങ്ങനെ വെച്ചാൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഇവിടെ അഡാപ്റ്റർ തട്ടുണ്ട്, നമുക്കൊന്ന് ചെയ്തിട്ട് വരാം.